താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നടന്ന നാടകീയ സംഭവങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഭരണസമിതി മുഴുവൻ രാജിവെച്ച് പുറത്തുപോയ ആ സംഭവങ്ങളുടെ വിവരങ്ങൾ നടി മാലാ പാർവതിയാണ് പുറത്തു പറഞ്ഞിരിക്കുന്നത്. ജനറൽ ബോഡി യോഗത്തിൽ നടി അൻസിബ എടുത്ത നിലപാടിനെ പ്രശംസിച്ചുകൊണ്ടാണ് മാലാ പാർവതി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വജനപക്ഷപാതം, പണം ദൂർത്തടിക്കൽ അടക്കം അൻസിബ ഉന്നയിച്ച ഒറ്റ ചോദ്യത്തിനും ഭരണസമിതിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നും ശക്തമായ സ്ത്രീപക്ഷത്തെയാണ് കഴിഞ്ഞ ദിവസം അൻസിബയിൽ കണ്ടത് എന്നുമാണ് മാലാ പാർവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വജനപക്ഷപാതം, പണം ദൂർത്തടിക്കൽ അടക്കം അൻസിബ ചോദിച്ച ഒറ്റ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. ഒടുക്കം ഞാനും എന്റെ ഭരണസമിതിയും രാജിവെക്കുന്നു എന്ന് മാത്രമാണ് ശ്വേതാ മേനോന് പറയാനുണ്ടായിരുന്നത്. ശക്തമായ സ്ത്രീപക്ഷത്തെയാണ് ഇന്നലെ അൻസിബയിൽ കണ്ടത്. നാളെ ജനറൽ സെക്രട്ടറിയോ മന്ത്രിയോ ആയി അൻസിബ വരാനുള്ള സാധ്യതയുണ്ട് എന്നും മാലാ പാർവതി പറയുന്നു. അത്രയും വ്യക്തമായാണ് അൻസിബ സംസാരിച്ചത്. പിൻ ഡ്രോപ്പ് സൈലൻസോടെ അമ്മ അൻസിബയെ കേട്ടു. അനൂപ് ചന്ദ്രനും കൊല്ലം തുളസിയും വേറെ രണ്ടുപേരും ഒഴികെ അൻസിബ പറഞ്ഞതിൽ കൺവിൻസ് ആയെന്ന് കരുതുന്നു. അനൂപ് ചന്ദ്രനും കൊല്ലം തുളസിയും വേറെ രണ്ടുപേരും ഒഴികെ ബാക്കി എല്ലാവരും അൻസിബ പറഞ്ഞതിൽ കൺവിൻസ് ആയി എന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ ഭരണസമിതിക്ക് റിപ്പോർട്ടും കണക്കും കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാത്തതാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചത്. സ്ത്രീകളായതിനാൽ ഉത്തരവാദിത്തം കുറച്ചു ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് മാലാ പാർവതി പറഞ്ഞു. അൻസിബയ്ക്ക് പുറമെ മല്ലിക സുകുമാരനും എഴുന്നേറ്റ് നിന്ന് കണക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ബാബുരാജിന്റെ കാലത്തെ കണക്കുകളിലെ പിഴവാണ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയാത്തതിന്റെ കാരണമായി പുതിയ ഭരണസമിതി ഉയർത്തിക്കാട്ടുന്നത്. ബാബുരാജിനോട് ഇവർ കണക്കുകൾ ചോദിച്ചിട്ടില്ല. ട്രഷററും ഓഡിറ്ററും കൈയൊഴിഞ്ഞു. ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ആദ്യഘട്ടത്തിൽ ശ്വേതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ശ്വേത പറയുന്നത് കേൾക്കട്ടെ എന്ന നിലപാടിലായിരുന്നു. എന്നാൽ അൻസിബ കാര്യങ്ങൾ പറഞ്ഞതോടെ എല്ലാവരും കൺവിൻസ്ഡ് ആയി. സത്യമുള്ള കുട്ടി ആർജവത്തോടെ ശരി പറഞ്ഞു. ശ്വേതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഗണേഷ് കുമാറാണ്. ഭരണപരിചയക്കുറവാണ് എന്നും സമയം കൊടുക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എന്നും മാലാ പാർവതി വ്യക്തമാക്കുന്നു. ഭരണസമിതിക്ക് 17 പേരെ ഒരുമിച്ച് നിർത്താനായില്ല എന്ന വിമർശനവും മാലാ പാർവതി ഉന്നയിച്ചു. ബാലിശവും അൺപ്രൊഫഷണലുമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പണി അറിയാത്തവർ ചെയ്യുന്ന പരിപാടിയാണ്. മാധ്യമങ്ങളിലൂടെ നമുക്ക് യുദ്ധം ചെയ്യാമെന്നാണ് ശ്വേത അവസാനം എന്നോട് പറഞ്ഞത്. യുദ്ധമോ സ്ത്രീകൾ തമ്മിലുള്ള പോരോ അല്ല. അൻസിബയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ട് മാന്യമായി നിൽക്കാമായിരുന്നല്ലോ ശ്വേതയ്ക്ക്. പുറത്തിറങ്ങുമ്പോൾ ഇടവേള ബാബു എന്നും ബാബുരാജ് എന്നും സിദ്ദിഖ് എന്നും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അൻസിബയുടെ പേര് പറയാൻ എന്തുകൊണ്ട് ധൈര്യം വന്നില്ല? ബാലിശമായാണ് പ്രസിഡൻഷ്യൽ അഡ്രസ് ശ്വേത തുടങ്ങിയത്. 1500 രൂപ പെൻഷൻ തരും, അടുത്ത ജനറൽ ബോഡി തായ്ലൻഡിൽ നടത്തുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അതോടെ ഗൗരവം നഷ്ടപ്പെട്ടു എന്നും മാലാ പാർവതി കൂട്ടിച്ചേർത്തു. എന്തായാലും താരസംഘടന അമ്മയിലെ വിഴുപ്പള്ളക്കൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടുകൂടി സമൂഹ മാധ്യമങ്ങളിലടക്കം അമ്മ എന്ന താരസംഘടനയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. എന്തായാലും ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ച് പുതിയ ഭരണസമിതി വരാൻ കാത്തിരിക്കുകയാണ് ഇനി.